ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. കിച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഗുരുവായൂരാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗുരുവായൂർ ഇതാ വിശ്വംഭരം മാഷിൻ്റെ കൂടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വിശ്വംഭരം മാഷ്, കണ്ണൻ ചേട്ടൻ അല്ലേ? ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. വിശ്വനാഥൻ, സോറി വിശ്വനാഥൻ മാഷാണ് പേര്, എനിക്ക് തെറ്റിപ്പോയതാണ്. മാഷിന്റെ കൂടെ ഇഷ്ടം പോലെ പ്രാവുകൾ കണ്ടവിടെ, ധാരാളം പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഷ് എത്ര വർഷം? 3 വർഷമായി അല്ലേ ഇത് തുടങ്ങിയിട്ട്? 3 വർഷമായി എന്നല്ലേ പറഞ്ഞേ? 3 വർഷല്ലേ? അതെ. എന്നീ നേരത്ത് വരുമോ? 3 കൊല്ലം കഴിഞ്ഞു. അതെ. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് അരിയൊക്കെ തന്നു പോയല്ലോ, അത് സ്ഥിരമായിട്ട് വരുമോ? അതെ അല്ലേ? എവിടെ ഉള്ളതാ? ഇവിടെ അടുത്ത് തന്നെ? അതെ അല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ആ നാരായണീയത്തിൽ നിന്ന് സ്ഥിരം വന്ന് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി. അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇത്ര. അവർ സ്ഥിരം കൊടുത്തിരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മകൾ വന്ന് കൊടുക്കുന്നു. ഡെയിലി കൊടുക്കുന്ന പറഞ്ഞാൽ ഇതുപോലത്തെ ഈ പാത്രത്തിൽ നിറയെ അരിയും ഗോതമ്പുമാണ് കൂടുതലും കൊടുന്നു കൊടുക്കുന്നത്. ആ കുട്ടി കൊടുത്ത് പോയാൽ ഇവർ ഇങ്ങനെ പ്രാവിനെ ഇതുപോലെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും അവർ വീട്ടിലത്തെ പ്രാവുകളെ പോലെ തന്നെയാണ്, ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നതൊക്കെ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ? അപ്പം എല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കുക. ആരെങ്കിലുമൊക്കെ ഗുരുവായൂർ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉച്ചരിഞ്ഞൊരു 4:45 ടൈമിലൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു കാഴ്ച കാണാൻ സാധിക്കും. വീട്ടിലൊക്കെ ഇതുപോലെ ധാരാളം അരിയും ഗോതമ്പൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അവരങ്ങനെ പറയുന്നുണ്ട്, കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതൊരു നല്ലൊരു കാര്യമായിട്ട് കാണുകയും ചെയ്യും. പ്രാവുകളുടെ ഒരു സ്നേഹം, കുറച്ച് നേരം പ്രാവുകളുടെ കൂടെ കഴിയുമ്പോഴുള്ള ഒരു രസം, അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അതിൻ്റെ കൂടെ ബെൽ ബട്ടണും കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ കൂടുതൽ നോട്ടിഫിക്കേഷനായി കിട്ടും. നമ്മളും കൂടുതൽ വീഡിയോസ് ഇടുന്നത് ഗുരുവായൂരിൻ്റെ വീഡിയോകൾ തന്നെയാണ് നമ്മൾ കൂടുതൽ ഇടാറ്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ബാക്കി കൂടെ കാണാം. ഓക്കെ. മേടിച്ചോ? കയ്യിൻ്റെ മീതൊക്കെ പറന്ന് കയറിയിട്ടാ തിന്നണ്.
വെച്ചിട്ട് കിച്ചൂസ് പൊക്കടാ അവിടെ പോയി മേടിച്ചോ. എടാ എങ്ങനെയുണ്ട്? നല്ല കൊത്ത് കിട്ടണ്ട? നല്ല കൊത്ത് കിട്ടണ്ട കയ്യില്? ഫാൻസി പ്രാവ് എന്ത് രസല്ലേ കാണാൻ. ഇത് വീട്ടിൽ വളർത്തുന്ന പ്രാവുകളും വരേണ്ടി തോന്നുന്നുണ്ടല്ലേ? 500 ഇറങ്ങുന്നുണ്ട്. ഒരു 500 കിച്ചുവാ ഏട്ടാ, കിച്ചുവാ കിച്ചു കൊടുക്കേ. ആ ചാച്ചന്റെ അരിയൊക്കെ തീർന്നുട്ടാ, ഗോതമ്പ് അരിയൊക്കെ തീർന്നു. കുട്ടികളെ കാണുമ്പോ തന്നെ ഒരു സന്തോഷം. കിച്ചുവിന് ദേഷ്യം വന്ന് തുടങ്ങിട്ടോ. കിച്ചു പ്രാവേന്നൊക്കെ. കിച്ചു വിളിക്ക്, കിച്ചുട്ടാ വിളിക്ക്, പാവേ എന്ന് വിളിക്ക്. അയ്യോ ഓടിക്കല്ലേ ഇതിന്. ബാ 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 പറഞ്ഞു വിളിക്ക. ഞാനും മാഷ അന്നൊരു ദിവസം പറഞ്ഞില്ലേ 4:45 കറക്റ്റ് ആയിട്ട് 4:45 വരും. ആ പിന്നെ ഒരു ദിവസം ഞങ്ങൾ വന്നിരുന്നു, അപ്പൊ കണ്ടില്ല. എന്താ വെച്ചാ അന്ന് മഴയായിരുന്നു. മഴയത്ത് ഇവര് ഇറങ്ങി വരുവോ? മഴയാകുമ്പോഴേ ഇറങ്ങി വരുവോ? ഇന്നലെ നല്ല മഴയായിരുന്നു. ഞങ്ങള്
അതെ ആ കുട്ടികളില്ലേ ആ കുട്ടി വന്നില്ലേ വേറെ പെൺകുട്ടി അതിനകത്ത് വന്നില്ലേ ആ ആ കുട്ടി വന്നിട്ടുണ്ട് എത്രമായാലും ഞങ്ങൾ ഇട്ടു ഇവരെല്ലാം അവിടെ ഇവിടെയൊക്കെ പോയിട്ടാവും കൂട്ടം തെറ്റി ഇനി പോയി. ഇറക്കി വരും കംപ്ലീറ്റ് ഇറക്കുന്നു കഴിഞ്ഞു വെച്ചോ കഴിഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു ഇനി കൊടുത്തിട്ട് വന്നു ഇനി പൊട്ടുകടല വാങ്ങിട്ട് വന്നു ആദ്യം പൊട്ടുകടല കൊണ്ടിട്ട് ഞാൻ പൊട്ടുകടലും പൊരിയൊക്കെ കൊടുത്തിട്ട് കൊടുത്തു അപ്പോഴവിടെ കണ്ടമാനം ഇറങ്ങിയിട്ട്